ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ചു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയായിട്ടാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കളക്ഷൻ വിചിത്ര സിൽക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസസും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേഗം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന സാരി തന്നെയാണ് കേട്ടോ. വിചിത്ര സിൽക്കിൽ നല്ലൊരു ത്രെഡിന്റെ വീവിങ്ങും പ്ലസ് ഒരു ഫർ പാറ്റേൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഈ ഒരു പാറ്റേൺ ഫർ ഡിസൈൻ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും. ഈ രണ്ട് വീവിങ്ങോടെ വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സാരി പ്ലെയിൻ സാരി തന്നെയാണ്, കളർ കോമ്പിനേഷൻ ഒന്നും വേറെ വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള സാരി തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് നമ്മുടെ വരുന്നത് കോഫി, ഡാർക്ക് മെറൂണിന്ന് കോഫിയിലേക്ക് പോകുന്ന ആ ഒരു കളർ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാമായിരിക്കും. ആ പാറ്റേൺ ഇത് തന്നെയാണ് വരുന്നത്. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ്. എന്താണ് ഇത്, മുന്താണി ഭാഗമാണ് വരുന്നത് സാരിയുടെ. നല്ല ഭംഗിയായിട്ടുള്ള ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. സാരി ഇങ്ങനെ വരുന്നു. ഈ സാരിക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസ് ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ട ഫാബ്രിക്കിൽ നല്ല രസമായിട്ടുള്ള ഒരു ഫുൾ ഒരു എംബ്രോയിഡറി വർക്ക്, ത്രെഡിന്റെ നമ്മുടെ ലക്നവി വർക്ക് ഒക്കെ പോലെ വരുന്ന നല്ല ഭംഗിയുള്ള ഹക്കോബ പാറ്റേണിൽ വരുന്ന ആ ഒരു ത്രെഡിന്റെ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ്. കാരണം ഇതിനകത്ത് ഹോൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഹക്കോബയുടെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഹെവി ആയിട്ട്. അതുപോലെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുക്കുന്ന ഈ സാരിയോട് മാച്ച് ആവുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കളർ ആ ഒരു ഫ്ലവറിന് കൊടുത്തേക്കുന്നത്. ആ ഒരു സാരിയിലെ സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് ബ്ലൗസ് പീസ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ എല്ലാ സാരീസിനും ബ്ലൗസ് പീസ് കൊടുക്കുന്നുണ്ട്. ഇതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മളിന്ന് റെഡിമെയ്ഡ് ബ്ലൗസസും കാണിക്കുന്നുണ്ട്. വിചിത്ര സിൽക്കിൽ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസസും അവൈലബിൾ ആണ്. വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സൈസ് 3 സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ ഭയങ്കര സുഖമാണ്. പക്ഷെ വളരെ ചീപ്പ് ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് അതുപോലത്തെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് തന്നെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. പക്ഷെ ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്, ഈ സാരിയുടെ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത്. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡ്, ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. സാരി ടോട്ടൽ 5.25 മീറ്റർ ആണ് സാരി വരുന്നത്. 5.25 മീറ്റർ സാരി വരുന്നുണ്ട്. ഇതിന്റെ ലെങ്ത്, ബ്ലൗസ് പീസിന്റെ ലെങ്ത് ഒരു 92 വരെയാണ് ലെങ്ത് വരുന്നത്. പക്ഷെ നല്ല വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും വിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു 44 വരെ വിട്ട് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെങ്തും വിട്ടും കിട്ടുന്നുണ്ടാവും ഇതുപോലെ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് മെറൂണിന് കോഫിയിലേക്ക് പോകുന്ന അത്രയും ഡാർക്ക് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ്. നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ്. ഈ സാരി വിത്ത് ബ്ലൗസിന്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ് കേട്ടോ. 899 ആണ് വരുന്നത്. നമുക്ക് കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഓരോന്നായിട്ട് വേഗം നോക്കാം. നെക്സ്റ്റ് വരുന്ന കളർ ഷെയ്ഡ്, നമ്മൾ വിചിത്ര സിൽക്കിൽ പ്ലെയിൻ സാരിയിൽ വരുന്ന എല്ലാ ഷെയ്ഡുകളും തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. പേസ്റ്റൽ പിങ്കിന്റെ കൂടെ ലൈറ്റ് ആയിട്ട് ഒരു ലാവണ്ടറും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു കളർ ഷെയ്ഡ്. ഇതാണ് വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇത് കണ്ടോ. എല്ലാത്തിന്റെയും ഫ്ലവറിലാണ് അതിന്റെ ഒരു മാച്ചിങ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഇതുപോലെയാണ് ഇതിന്റെ വീവിങ്. സാരി കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ഈ ഒരു ത്രെഡിന്റെ വീവിങ്ങും ഈ ഒരു ഫേൾ പാറ്റേണും ആണ് വരുന്നത്. ഇതുപോലെ ബ്ലൗസ് അറ്റാച്ച് ചെയ്തേക്കുന്ന ഇതാണ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു. നമ്മുടെ അടുത്ത് നിന്ന് പ്ലെയിൻ സാരികൾ ഒരുപാട് പേര് പ്ലെയിൻ സാരീസ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ സാരി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ആ ഒരു സാരിയുടെ കൂടെ ഗ്രീൻ സാരി മേടിച്ചവർക്ക് ഈ ഒരു ബ്ലൗസ് പീസും കൂടെ ഉപയോഗിക്കുവാണെങ്കിൽ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് അത് ഉപയോഗിക്കാം. അല്ലാതെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡുള്ള സാരീസ്, പ്രിന്റഡ് ആയിട്ടുള്ള സാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലൗസിന്റെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് ഒത്തിരി കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പീസ് തന്നെയാണ്. കാരണം നല്ലൊരു കളറും കോമ്പിനേഷനും അല്ലേ. ഓഫ് വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി പ്രിന്റഡ് ആയിട്ടുള്ള സാരീസും മറ്റു കളറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്തത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക്ക് ആണ് വരുന്നത് കേട്ടോ. കോമ്പിനേഷൻ കൊടുക്കുന്നത് ബ്ലൗസ് പീസ് ഇതിൽ അതാണ്. ആ ഫ്ലവറിൽ ആ ഒരു സെയിം കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്നു. എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് വെയർ ചെയ്ത ഒരു ബുദ്ധിമുട്ടുമില്ല. ഭയങ്കര ഈസി ആയിട്ട്, ഞാനൊന്നും സാരിയിൽ അത്ര ഒരു കംഫർട്ടബിൾ അല്ലാത്ത ആളാണ്. പക്ഷെ എന്നാലും സാരി ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന സാരിയാണ് കേട്ടോ. പ്രൈസ് 899 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബീട്രൂട്ട് ആണ് കേട്ടോ. ഇതാണ് അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ബ്ലൗസ് പീസ് കൊടുക്കുന്നത്. എല്ലാം സെയിം ആയതുകൊണ്ട് മാത്രമാണ് വിടുത്തി കാണിക്കാത്തത്. കാരണം വേറെ പ്രിന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ വിടുത്തി കാണിക്കാത്തത്. ജസ്റ്റ് കളർ ഷെയ്ഡുകൾ മാത്രം വേഗം കണ്ടുപോകാം നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് വരുന്ന നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. എല്ലാം ഓഫ് വൈറ്റിൽ നമ്മുടെ ആ സാരിയുടെ കളറുമായിട്ട് മാച്ച് ചെയ്താണ് ഫ്ലവേഴ്സ് കൊടുക്കുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് വരുന്ന നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. അതിനകത്തും ആ ഫ്ലവേഴ്സിൽ ആ ഒരു മെറൂൺ ആണ് കൊടുക്കുന്നത്. ഇതുപോലെ. നമുക്ക് അടുത്ത് നോക്കാം.
അടുത്തത് നല്ലൊരു ലാവണ്ടർ ആണ്. നമ്മൾ ഈ കാണുന്നത് മുന്താണിയാണ് കേട്ടോ. മുന്താണിയുടെ എൻഡ് ഭാഗമാണ് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇതുപോലെയാണ് മുന്താണിയുടെ വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ വരുന്നു. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ആ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്ന ലാവണ്ടർ ഷെയ്ഡിലാണ്. ഇതുപോലെ പ്രൈസ് സെയിം ആണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ്. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ കുറച്ച് റെഡിഷ് ആയിട്ടായിരിക്കും തോന്നുന്നത്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ആണ് വരുന്നത്. ബ്ലൗസ് പീസിലും ആ ഒരു സെയിം റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ആ ഫ്ലവേഴ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ. ഇതെല്ലാം ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ ഇത് വരുന്നത്. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്തത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ഫ്ലവർ ആ നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു പാറ്റേണും ആ ഒരു ത്രെഡിന്റെ വീവിങ്ങും ആണ് സാരിയിൽ ഫുള്ള് ത്രൂ ഔട്ട് ദ സാരിയിൽ പോകുന്നത് കേട്ടോ. എൻഡിൽ ആ ഒരു ടാസൽസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വ്യത്യാസവും വരുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ആ ഒരു വീവിംഗ് പാറ്റേൺ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോകുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതുപോലെ ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ബ്ലൗസ് പീസ് നിങ്ങൾക്ക് വരാൻ സെറ്റ് തന്നെയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വേറെ ഒരു സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാവുന്ന ഒരു ബ്ലൗസ് പീസും കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഐറ്റത്തിൽ ലാസ്റ്റ് വരുന്ന ഐറ്റം. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ബ്ലൗസ് പീസ് ആണ്. റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. അതും വിചിത്ര സിൽക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലൗസ് പീസ് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അതേ കളർ ഷെയ്ഡും ആ സെയിം ബ്ലൗസ് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് കുറേ നാൾ നമ്മൾ ഒത്തിരി പ്ലൈൻ സാരീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കിന്റെ തന്നെ. അന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ഉണ്ടോ, ബ്ലൗസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ ഇതിന് മുമ്പ് സാരി മേടിച്ചിട്ടുള്ളവർക്ക് ഇനി മേടിക്കാനുള്ളവർക്കും ഒക്കെ അതുപോലെ തന്നെ ഇനി ഓണം വരികയാണ്. നമുക്ക് ഏതൊരു സെറ്റ് സാരിയുടെ കൂടെയൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ പെയർ ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ ഫിനിഷിങ് അത്രയും നല്ലൊരു ഫിനിഷിങ്. അപ്പോൾ നമ്മളൊരു ലൈനിങ് വെച്ച് മെറ്റീരിയൽ എടുത്ത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 500 രൂപയെങ്കിലും 450 തൊട്ട് 500 ആ ഒരു റേറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മൾ ഈ ബ്ലൗസ് വരുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ചെറിയ ഇതുപോലെ. പക്ഷെ ഇതിന്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയത് കണ്ടോ. ഇതിന്റെ ഈ ഭാഗം എൻഡിൽ നല്ല ഭംഗിയായിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റിച്ചിന്റെ ഇവിടെ പൈപ്പിംഗ് പോകുന്നുണ്ട് രണ്ട് സൈഡിലും. അതുപോലെ നെക്കിലും പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലും താഴെ മേലിലും ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ. അത് പ്രത്യേകം ഞാൻ പറയാം. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് സ്ലീവിൽ ചെറിയൊരു പഫൊക്കെ കൊടുത്തിട്ട് കണ്ടോ. ചെറിയൊരു പഫൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് കേട്ടോ. ചെറിയൊരു പാഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്ത് കളയാം. അതുപോലെ ഇതിന്റെ ഹുക്ക് വരുന്നത് ഇത് കണ്ടോ. ഇതുപോലെ അടുത്തടുത്ത് ഇത്രയും ഹുക്സ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നല്ല ഫിനിഷ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഭാഗത്താണെങ്കിലും അതെല്ലാം പൈപ്പിംഗ് കൊടുത്ത് എല്ലാം നല്ല ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ചിങ് ആണ്. കാരണം ഇടുമ്പോൾ നമുക്കറിയാം അതിന്റെ ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് എന്തോരം ആണ്. കാരണം നമ്മളൊന്ന് അളവെടുത്ത് കൊടുത്താൽ പോലും ഇത്രയും ഫിനിഷിങ്ങിൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ച് ചെയ്ത് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. ഇനി ഇതാ ഇതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ഡോറീസ് ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഷോൾഡർ ഇറങ്ങി പോകുന്നൊക്കെ തോന്നുന്നവർക്കാണെങ്കിലും ഇതിങ്ങനെ ടൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 285 രൂപ മാത്രമാണ് വരുന്നത്. 285 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് 3 സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 36, 38, 40 സൈസസ്. എനിക്ക് തോന്നുന്നു 36, 34 വേണ്ടവർക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ 34കാർക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 40 വരെയുള്ളതല്ലേ, 40 വരെയുള്ളവർക്ക് ഇതാ ഇത്രയും സ്പേസ് ഇങ്ങോട്ടുണ്ട്. ഇവിടെയാണ് ഈ സ്റ്റിച്ച് വരുന്നത്. ഇത്രയും ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുള്ളവർക്ക് മാത്രം, ഉറപ്പുള്ളവർക്ക് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരിക്കലും നിർബന്ധിക്കുകയല്ല. ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. സാധാരണ റെഡിമെയ്ഡ്സിൽ നമുക്കിങ്ങനെ തുമ്പ് കാണാറില്ല. പക്ഷെ ഇതിനകത്ത് ഇത്രയും തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ലോക്കാണ്, ലോക്ക് ചെയ്തിട്ടുണ്ട് എൻഡ് പോ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ കയറ്റി അടിച്ചാൽ കിട്ടും. ഉപയോഗിക്കാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ബാക്ക് നെക്ക് വരുന്നത്. ഇങ്ങനെയുണ്ട്. ഭയങ്കര ഫിനിഷിംഗ് ആണ്. നമുക്ക് ഇട്ടാൽ ഭയങ്കര സുഖമാണ്. അതുപോലെ ഫിനിഷിംഗിൽ ചെയ്യുന്ന സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്ലൗസ് വരുന്നത്. പ്രൈസ് വളരെ ചീപ്പായിട്ട് 285 രൂപയേ ഉള്ളൂ. പിന്നെ നമുക്ക് കളേഴ്സ് വേഗം കണ്ടുപോരാം. 8 കളേഴ്സ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കൊണ്ടുവന്ന് തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കളേഴ്സ് നോക്കാം. അടുത്ത് വരുന്ന നല്ലൊരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡ്. ഈ ഷെയ്ഡുകളെല്ലാം നമ്മൾ പ്ലെയിൻ സാരീസ് വിചിത്ര സിൽക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഞാൻ ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. പറയാനുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കളേഴ്സ് മാത്രം ജസ്റ്റ് കാണിച്ചു പോകുന്നുള്ളൂ. ഇത്
പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കറിയാലോ, ഓണത്തിനൊക്കെ സെറ്റ് സാരിയുടെ കൂടെ എപ്പോഴും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് മെറൂൺ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ഒക്കെ. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇതുപോലെ. അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതെല്ലാം വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് വരുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് വരുന്നത്. ഇതുപോലെ നല്ല ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ചാണ്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. പ്രൈസ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് വരുന്നത് 30. ഇത് 36 ആണ് കേട്ടോ. 36ന്റെ ഒരു സൈസ് ആണ് ഇത് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ്. ഇതുപോലെയാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. നല്ല ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ചാണ്. സ്ലീവിൽ എല്ലാത്തിൻ്റെയും സ്ലീവ് ഇങ്ങനെ പഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെയാണ് ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നത്. എല്ലാത്തിനും ഈ ഒരു ഡോറീസ് അവൈലബിൾ ആണ്. ഇഷ്ടമില്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാ ഇങ്ങനെ വരും. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കണ്ടായിരുന്നു. അതിലൊരു 2-3 ടോൺ ലൈറ്റർ ആയിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെ. പിന്നെ 1-2 കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് നമുക്ക് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസിന് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൗസ് വിത്ത് ബ്ലൗസിൽ സാരി കാണിച്ചല്ലോ, അതിനകത്ത് സാരി തന്നെയോ ബ്ലൗസ് തന്നെയോ കൊടുക്കില്ല. അത് സെറ്റ് ആയിട്ടാണ്. വിത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസിന്റെ കൂടെയുള്ള സാരിയാണ്. അത് അങ്ങനെ തന്നെ കൊടുക്കുള്ളൂ. ആരും സാരി തന്നെ തരാവോ ബ്ലൗസ് പീസ് തന്നെ തരാവോ എന്ന് ചോദിക്കരുത്. അത് സെറ്റ് ആയിട്ട് തന്നെയാണ്, അത് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസും ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കളറോ കോമ്പിനേഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ, നമ്മൾ 3 നമ്പർ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒരു കോഡ് നമ്പർ കൊടുക്കുന്നുണ്ടാവും. ആ ഒരു കോഡ് നമ്പർ ഒന്ന് അയച്ച് വാട്സപ്പ് ചെയ്ത് തന്നാലും മതി. വെബ്സൈറ്റിൽ ഫോട്ടോസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.